2024 ജൂലൈ 28 കേരളത്തിൽ പരക്കെയും വയനാട്ടിലും കനത്ത മഴ. തൊട്ടടുത്ത ദിവസം, അതായത് ജൂലൈ 29-നും അതിതീവ്ര മഴ തുടരുന്നു. 2 ദിവസത്തിനുള്ളിൽ പെയ്തത് 600 മില്ലിമീറ്റർ മഴ. ജൂലൈ 30-ന് പുലർച്ചെയോടെ ഉരുൾപൊട്ടലിന്റെ രൂപത്തിൽ ആ മഴ വയനാടിനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിമാറ്റുന്നു. പുലർച്ചെ 12:45-ന് വെള്ളാർമലയിലെ പുഞ്ചിരിമട്ടത്തായിരുന്നു ആദ്യം ഉരുൾപൊട്ടിയത്. അരമണിക്കൂറിനുള്ളിൽ മുണ്ടക്കൈ ഭാഗത്തേക്കും വെള്ളം ഒഴുകിയെത്തി. മണ്ണും ചെളിയും പാറകളും മരങ്ങളും അടക്കം താഴേക്ക് കുത്തിയൊലിച്ചെത്തി. മലയുടെ ആദ്യ 2 കിലോമീറ്റർ പരിധിയിൽ ജനവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് കുത്തിയൊലിച്ചെത്തിയ പാറകളും ചെളിയും ജനവാസ കേന്ദ്രങ്ങളിലെത്തുന്നു. ആദ്യം ഉരുളെടുത്ത ജനവാസ മേഖല പുഞ്ചിരിമട്ടമാണ്. അവിടെയുള്ള വീടുകളെ തുടച്ചു നീക്കി ചെളിയും പാറകളും മുണ്ടക്കൈയിലെത്തി. മുണ്ടക്കൈ പ്രദേശത്തെ ഒന്നാകെ വിഴുങ്ങി ചൂരൽമല ടൗണും കടന്ന് ഉരുൾപൊട്ടൽ നാശം വിതച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ദുരന്തങ്ങളിലൊന്ന് സംഭവിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം. ഏകദേശം 5 കിലോമീറ്ററോളം ദൂരത്തിലുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ 247 ഏക്കർ വിസ്തൃതിയിലുള്ള മേഖലയിലാണ് ദുരന്തം നാശം വിതച്ചത്. മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം, കുഞ്ഞോം എന്നീ പ്രദേശങ്ങളെയെല്ലാം ബാധിച്ചു. 236 കെട്ടിടങ്ങൾ പൂർണ്ണമായും നശിച്ചതായും 400-ലധികം കെട്ടിടങ്ങൾ ഭാഗികമായി തകർന്നതായുമാണ് ഔദ്യോഗിക കണക്കുകൾ. 1000-ലേറെ വീടുകൾ തകർന്നു. ചൂരൽമല, മുണ്ടക്കൈ ടൗണുകളിലെ വ്യാപാര സ്ഥാപനങ്ങൾ നശിച്ചു. മുണ്ടക്കൈ, വെള്ളാർമല സ്കൂളുകൾ ഒലിച്ചുപോയി. കടകൾ, ജീവനോപാധികൾ, വാഹനങ്ങൾ, കൃഷി, വളർത്തുമൃഗങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് 1200 കോടി രൂപയുടെ നഷ്ടമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക്. (1958) മുതൽ കേരളത്തിലുണ്ടായ ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും ആൾനാശമുണ്ടായ ഒന്നായിരുന്നു ഈ ദുരന്തം. 400-ലധികം പേർ മരണപ്പെട്ടെന്നാണ് കണക്കുകൾ. മണ്ണിനടിയിൽ നിന്നും ചാലിയാറിൽ നിന്നുമടക്കം നിരവധി പേരുടെ ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. മരിച്ചവരിലും ദുരിതബാധിതരിലും മഹാഭൂരിപക്ഷവും സാധാരണക്കാരാണ്. അന്നന്നത്തെ ആഹാരത്തിനായി അധ്വാനിച്ച് കഴിയുന്നവരും തോട്ടം തൊഴിലാളികളും ആദിവാസികളും അന്തർ സംസ്ഥാന തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും കർഷകരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് മരിച്ചത്. ദുരന്തം പിന്നിട്ട് വർഷം 1 കഴിയുമ്പോഴും അതിജീവിച്ചവരുടെ ആശങ്കകൾക്ക് പരിഹാരമായോ എന്ന് നാം ചോദിക്കേണ്ടതുണ്ട്. കേരളം ഒന്നാകെ നിന്ന് നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പുറകെ പുനരധിവാസം എന്ന അടുത്ത ഘട്ടം എവിടെ വരെ എത്തി? നിരവധി ചോദ്യങ്ങളും ആശങ്കകളും ബാക്കിയാണ് ഇപ്പോഴും ദുരന്ത മേഖലയിൽ. ദുരന്തത്തിൽ ജീവൻ മാത്രം ബാക്കി ലഭിച്ച 2514 മനുഷ്യരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് ഭയമില്ലാതെ ജീവിക്കാൻ നല്ലൊരു ഭാവിയെങ്കിലും വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട്. വയനാട് നേരിടുന്ന ഏറ്റവും ക്രൂരമായ നീതി നിഷേധം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. ദുരന്തമുണ്ടായി 11-ാം ദിനം വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശുപത്രിയിലും ദുരിതാശ്വാസ ക്യാമ്പിലുമെത്തി ദുരിതബാധിതരെ കണ്ടു. അവർ ഒറ്റയ്ക്കല്ലെന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ സഹായവും നൽകുമെന്നും കേന്ദ്രം ഒപ്പമുണ്ടെന്നുമൊക്കെ ഉറപ്പുകൾ നൽകി തിരിച്ചുപോയി. വയനാട് ദുരന്തത്തിനെന്ന നിലയിൽ 1 രൂപയുടെ സഹായം പോലും കേന്ദ്രം പ്രഖ്യാപിച്ചില്ല. 16 പദ്ധതികൾക്കെന്ന നിലയിൽ 529.50 കോടി രൂപയുടെ പലിശരഹിത വായ്പ മാത്രമാണ് അനുവദിച്ചത്. ഈ തുക തന്നെ തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. തുക ചെലവഴിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സമയപരിധിയും വെച്ചിട്ടുണ്ട്. SDRF ഫണ്ടിലേക്കുള്ള കേന്ദ്ര വിഹിതമാണ് മറ്റൊന്ന്. അത് ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും നൽകേണ്ടത് തന്നെയാണ്. കേന്ദ്ര ബജറ്റിൽ വയനാട് ദുരന്തത്തിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തുകയോ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുകയോ ഉണ്ടായില്ല. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യവും ചെവിക്കൊണ്ടില്ല. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആദ്യഘട്ട പാക്കേജ് എന്ന നിലയിൽ ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ 750 കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരുന്നു. ദുരന്ത ബാധിതർക്കായി മാതൃകാ വീടുകൾ അടങ്ങിയ ടൗൺഷിപ്പാണ് സർക്കാരിന്റെ പ്രധാന പദ്ധതി. 400ഓളം വീടുകൾ നിർമ്മിക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ 100 വീടുകൾ നിർമ്മിക്കുന്നു.
ഇതിനായി 351 കോടി രൂപയുടെ ഭരണാനുമതിയും നൽകിയിട്ടുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയിൽ നിന്ന് 6 ലക്ഷം രൂപ വീതം ഇതിനോടകം വിതരണം ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ മാതൃകാ വീട് നിർമ്മാണം സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന തേയിലപ്പച്ചപ്പും മലനിരകളിൽ നിന്ന് ഒഴുകുന്ന ചെറുവെള്ളച്ചാട്ടങ്ങളും ചെറുകുന്നുകളും കാടുകളുമെല്ലാം ചേർന്ന വശ്യഭംഗിയുള്ള വയനാടിന്റെ പ്രകൃതിയെയാണ് ഉരുളെടുത്തത്. ഒന്നും ഇനി പഴയ പോലെയാവില്ല. നമ്മുടെ കുരുന്നുകൾ പൂമ്പാറ്റകളെ പോലെ പറന്നു നടന്നിരുന്ന വെള്ളാർമല സ്കൂളും മുണ്ടക്കൈ സ്കൂളുമടക്കം നിരവധി കെട്ടിടങ്ങൾ അന്ന് നിലംപൊത്തി. തൊഴിലാളികളുടെ വിയർപ്പും ചോരയും കുതിർന്ന് നിർമ്മിക്കപ്പെട്ട വീടുകളാണ് തകർന്നും ഒലിച്ചും പോയത്. ഒപ്പം കിടന്നിറങ്ങിയ മനുഷ്യരെയാണ് ഒരൊറ്റ രാത്രിക്കപ്പുറത്ത് ദുരന്തം കൊണ്ടുപോയത്. ദുരന്തം അതിജീവിച്ചവരുടെ ഓർമ്മകളിൽ ഇപ്പോഴും ഉരുൾജലം കുത്തിയൊലിക്കുന്നുണ്ടാവും. തങ്ങൾ ജീവിക്കുന്ന ഭൂമി സുരക്ഷിതമാണോ എന്ന ആശങ്കയോടെയാണ് അവരിനിയുള്ള ഓരോ മഴക്കാലത്തെയും അതിജീവിക്കാൻ പോകുന്നത്. അവരുടെ അതിജീവനത്തിനൊപ്പം ഇനിയും കൂടെ നിൽക്കേണ്ടത് നമ്മളാണ്, ഭരണകൂടങ്ങളാണ്. മറക്കരുത് വയനാടിനെ.